ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു യൂട്യൂബറും ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാനിടും. ഷോർട്സ് ആണ് ഞാൻ ഇടുന്നത്. എന്നാലും ഒരു ലോങ് വീഡിയോ എനിക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു മാറ്ററിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കുറച്ചധികമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പിന്നെ സമയ പരിമിതികൾ കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ SCT ഹോസ്പിറ്റലിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി നമ്മളിപ്പം കുറേ ന്യൂസ് കണ്ടായിരുന്നു. SCT ഹോസ്പിറ്റലിൻ്റെ കുറേ സിസ്റ്റം ഫെയിലുവർ, മെഡിക്കൽ ഫെയിലുവർ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആക്ച്വലി അവിടെ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നു പറഞ്ഞു കുറേ ലിസ്റ്റ് ഓഫ് കുറേ കമൻറ്റ്സ് ഞാൻ ആ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാനും അതിൽ കമൻറ്റ് ഇട്ടായിരുന്നു. ബൈ ദ വേ, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഓരോന്നാണ്. ഓക്കെ, എല്ലാവരും അവിടെ വന്ന് അവരവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം, SCTയിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഞാൻ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ദ തിങ് ഈസ്, എൻ്റെ ഡെലിവറി സംബന്ധമായിട്ട് ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് ആക്ച്വലി എന്നെ SCTയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്, എൻ്റെ കുഞ്ഞിനെയായിട്ട്. ആക്ച്വലി എനിക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് വാസ് ഫസ്റ്റ് ക്ലാസ് എവോ. കാരണം അവരുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ആക്ച്വലി അവരാണ് എൻ്റെ അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തതും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതും. ഏകദേശം 12 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഞാനും എൻ്റെ ബേബി അഡ്മിറ്റ് ആയിരുന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഫുള്ളി ക്യൂർ ആയതിനു ശേഷം മാത്രമാണ് അവരെന്നെ ഡിസ്ചാർജ് ആക്കിയത്. ഒരിക്കലും ഞാൻ പറയില്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ആംബിയൻസ് ആൻഡ് ഓൾസോ കെയർ അങ്ങനത്തെ സെറ്റപ്പൊന്നും നമുക്കവിടെ കിട്ടത്തില്ല. അറിയാമായിരിക്കുമല്ലോ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണത്. അപ്പോൾ അതിൻ്റെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബട്ട് ബൈ ദ വേ, അവിടെയുള്ള ദ ഡോക്ടേഴ്സ് അറിയായിരിക്കും. ഗവൺമെൻറ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ മോർ എക്സ്പീരിയൻസ്ഡ്. ആൻഡ് ഓൾസോ അവിടുത്തെ മെയിൻലി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കേസ് ഷീറ്റ് ഉണ്ട് അവിടെ. മിക്ക ഹോസ്പിറ്റലും കാണും. ആൻഡ് ഐ എം ഫസ്റ്റ് ടൈം ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ആ കേസ് ഷീറ്റിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവിടെ ഒരു ഡോക്ടർ മാത്രമല്ല, മെയിനായിട്ട് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ കീഴിലായിരിക്കും. എന്നാലും ഫൈൻഡിങ്സ് സെക്ഷൻ പോലും ഇങ്ങനെ വരും നമ്മളെ നോക്കാൻ വേണ്ടി വരുമ്പം അവർക്ക് തോന്നുന്ന ഫൈൻഡിങ്സ് എല്ലാം അവരിതിൽ എഴുതി വെക്കും. ഈവൻ ഇഫ് വേറൊരാൾക്ക് നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടെസ്റ്റോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റ് അവർ ചെയ്യും. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തതിന് മാത്രമേ അവർ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ഈവൻ ഇപ്പോൾ ബ്ലഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി എനിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. അവർ ഫസ്റ്റ് എനിക്ക് അതിന് ബ്ലഡ് ടെസ്റ്റ് അയച്ചു, ബ്ലഡിൻ്റെ കൾച്ചർ ചെയ്യാൻ വേണ്ടി അയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അസുഖം ആക്ച്വലി ന്യൂമോണിയ ആയിരുന്നു. അവർ ഡയഗ്നോസ് ചെയ്ത് ന്യൂമോണിയ കംപ്ലീറ്റ് ക്യൂറായതിനു ശേഷം എനിക്ക് ബ്ലഡിൽ ആക്ച്വലി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിന് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും കൾച്ചർ റിപ്പോർട്ട് വന്ന് എന്നെ കംപ്ലീറ്റ്ലി സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് അവരെനിക്ക് ഡിസ്ചാർജ് തന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വാവയ്ക്ക് ആക്ച്വലി വേറൊരു പ്രശ്നമായിട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. അമ്മ പോകുമ്പോൾ ഒബ്വിയസ്ലി ന്യൂ ബോണിനെയും കൂടി ഷിഫ്റ്റ് ചെയ്യുമല്ലോ. ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ആക്ച്വലി വാവയ്ക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ അവരതിന് ചെക്ക് ചെയ്യുകയോ യാതൊരു ചെറ്റത്തരം അവർ ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു ഞാൻ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. അത് ഫസ്റ്റ് തിങ്. അത് പോട്ടെ. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് അവർ ആക്ച്വലി എൻ്റെ കയ്യിൽ റിപ്പോർട്ട്സ് ഉണ്ട്. ആക്ച്വലി അവരുടെ വാവയ്ക്ക് വേണ്ടി എൻ്റെത് ഒരു ബണ്ടിൽ ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്. അവർ സ്ഥിരമായിട്ട് ആക്ച്വലി ബ്ലഡ് ഗ്രൂപ്പിംഗ് അവർ ചെക്ക് ചെയ്യുമായിരുന്നു, ഈച്ച് ആൻഡ് എവറിത്തിങ്. അതായത് പീഡിയാട്രീഷ്യൻ രാവിലെ വന്ന് എൻ്റെ വാർഡിൽ കൂടി തന്നെ കുറേ ദിവസം വാവ നഴ്സറിയിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി അവർ ബ്ലഡ് ഗ്രൂപ്പിംഗ് കൂടുതലായതുകൊണ്ട് റുട്ടീനായിട്ട് ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെക്കും വാവയ്ക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്ലഡ് സാമ്പിൾസ് എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ CT സ്കാനിങ്, അത് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ എനിക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ SCT ഹോസ്പിറ്റലിനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഗൈനിക് പരമായിട്ടോ ഗൈനിക് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പോവാം. പിന്നെ ഒരിക്കലും ഒരു പ്രൈവറ്റ് ഫെസിലിറ്റി നമുക്കവിടെ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഇപ്പം എത്ര കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പം എത്ര കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രയോറിറ്റി എന്തായാലും അവിടെ കിട്ടാൻ പോകുന്നില്ല. മേ ബി നിങ്ങൾക്കിപ്പം വല്ല ഡോക്ടേഴ്സിനെയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാഫ്സിനോ അറിയാമെന്നുണ്ടെങ്കിൽ മേ ബി യു ഗെറ്റ് എ പ്രയോറിറ്റി ഓവർ ദെയർ. അതർവൈസ് നമ്മൾ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഡോക്ടറിനെ കണ്ട് അങ്ങനത്തെ രീതിയിൽ പോകത്തുള്ളൂ. എന്താണോ പ്രൊസീജിയർ അതനുസരിച്ച് പോകത്തുള്ളൂ. പിന്നെ ആക്ച്വലി ഞാനൊരു 4 to 5 days ICUലും അത് കഴിഞ്ഞ ശേഷം എന്നെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാർഡ് ആക്ച്വലി എന്നെ O3 എന്ന് പറയുന്ന ഒരു ബ്ലോക്കിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ആ വാർഡ് നൈസായിരുന്നു. എനിക്ക് വേറെ കാര്യങ്ങളും ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് അവിടെ കിടന്ന ബാക്കിയുള്ള പേഷ്യൻസ് പറഞ്ഞ് എനിക്ക് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വേറെ വാർഡൊക്കെ കുറച്ച് മോശമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞ് കേൾവി മാത്രമാണത്.
അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആക്ച്വലി എല്ലാവരുടെ എക്സ്പീരിയൻസ് സെയിം അല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും എൻ്റെ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഇതിലുണ്ട്, അല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്റ്റ്ലി മെസ്സേജ് മീ. ഓക്കെ, അപ്പം ബൈ.